മുൻ CI സ്മാർട്ട് വിജയൻ എന്ന എസ് വിജയനാണ് ശാസ്ത്രജ്ഞനായ നമ്പി നാരായണനെതിരെ ISRO ചാരക്കേസ് കെട്ടിച്ചമച്ചതെന്ന് CBI. നമ്പി നാരായണനെ മുൻ DGP സിബി മാത്യൂസ് അറസ്റ്റ് ചെയ്തത് തെളിവുകളൊന്നുമില്ലാതെയാണെന്നും CBI കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. മുൻ IB ഉദ്യോഗസ്ഥൻ RB ശ്രീകുമാറിനും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും കുറ്റപത്രം പറയുന്നു. CI വിജയൻ മറിയം റഷീദിയെ അന്യായമായി തടങ്കലിൽ വെച്ചു. കുറ്റസമ്മതം നടത്താനായി കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിച്ചു. അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന CI KK ജോഷുവ സിബി മാത്യൂസിന് വേണ്ടി വ്യാജരേഖകളുണ്ടാക്കി ചാരവൃത്തി നടത്തിയെന്ന് എഴുതി ചേർത്തു. മുൻ IB ഉദ്യോഗസ്ഥൻ ജയപ്രകാശ് കസ്റ്റഡിയിൽ വെച്ച് നമ്പി നാരായണനെ മർദ്ദിച്ചുവെന്നും കുറ്റപത്രത്തിലുണ്ട്. എസ് വിജയൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ലൈംഗിക താൽപ്പര്യത്തിന് മറിയം റഷീദ എന്ന മാലദ്വീപ് സ്വദേശിനി വഴങ്ങാതിരുന്നതാണ് ISRO ചാരക്കേസിൻ്റെ തുടക്കമെന്ന് CBI കുറ്റപത്രം പറയുന്നു. മറിയം റഷീദയെ അനധികൃതമായി അറസ്റ്റ് ചെയ്തതും അത് മറയ്ക്കാനായി കൂടുതൽ കാര്യങ്ങൾ തെറ്റായി രേഖപ്പെടുത്തുകയുമായിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. സിബി മാത്യൂസ്, KK ജോഷുവ, RB ശ്രീകുമാർ, എസ് വിജയൻ, PS ജയപ്രകാശ് എന്നിവർ ഗൂഢാലോചന നടത്തി വ്യാജരേഖകൾ തയ്യാറാക്കി അനധികൃത അറസ്റ്റുകൾ നടത്തി ഇരകളെ പീഡിപ്പിക്കുകയായിരുന്നുവെന്നും CBI കുറ്റപ്പെടുത്തുന്നു. മറിയം റഷീദയെ ലൈംഗികമായി പീഡിപ്പിക്കാനും എസ് വിജയൻ ശ്രമിച്ചു. CBI നടത്തിയ അന്വേഷണത്തിൽ മാലദ്വീപ് സ്വദേശികളായ മറിയം റഷീദയും ഫൗസിയ ഹസനും തിരുവനന്തപുരത്ത് ഹോട്ടൽ സമ്രാട്ടിൽ 1994 സെപ്റ്റംബർ 17 മുതൽ താമസിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. വിസ കാലാവധി കഴിയാനിരുന്നതിനാൽ പോലീസ് കമ്മീഷണറുടെ ഓഫീസിലെത്തി സ്പെഷ്യൽ ബ്രാഞ്ച് CI വിജയനെ കണ്ടു. ശ്രീലങ്കയിലേക്കുള്ള വിമാന ടിക്കറ്റും പാസ്പോർട്ടും വാങ്ങിവെച്ച വിജയൻ വീണ്ടും വരാൻ മറിയം റഷീദയോട് പറഞ്ഞു. ഒക്ടോബർ 13 ഇവർ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിലെത്തിയ വിജയൻ ഫൗസിയ ഹസനോട് പുറത്തു പോകാൻ പറഞ്ഞു. തുടർന്ന് മുറിയടച്ച് വിജയൻ ലൈംഗിക താൽപ്പര്യത്തോടെ മറിയം റഷീദയെ സമീപിച്ച് അവരെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവർ ചെറുത്തതോടെ വിജയൻ പെട്ടെന്ന് മുറി വിട്ട് പുറത്തുപോയി. തുടർന്ന് ഹോട്ടൽ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും മറിയം റഷീദ ISROയിൽ ജോലി ചെയ്തിരുന്ന D ശശികുമാരൻ എന്ന ശാസ്ത്രജ്ഞനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായി വിജയന് വിവരം ലഭിച്ചു. മാലദ്വീപ് സ്വദേശിനി ISRO ശാസ്ത്രജ്ഞനെ വിളിച്ച വിവരം വിജയൻ പോലീസ് കമ്മീഷണർ BR രാജീവിനെ അറിയിച്ചു. ഇദ്ദേഹം ഇക്കാര്യം SIB ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന RB ശ്രീകുമാറിനെയും അറിയിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ SIB ഉദ്യോഗസ്ഥരായ MJ പുന്നനും GS നായരും മറിയം റഷീദയും ഫൗസിയ ഹസനും താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഫൗസിയ ഹസൻ ഒക്ടോബർ 19 ഹോട്ടൽ വിട്ട് ബാംഗ്ലൂരിലേക്ക് പോയി. എന്നാൽ വിജയൻ പാസ്പോർട്ട് പിടിച്ചു വെച്ചിരുന്നതിനാൽ മറിയം റഷീദയ്ക്ക് തിരുവനന്തപുരത്തും ശ്രീലങ്കയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. രേഖകൾ മടക്കി കിട്ടാൻ പലതവണ ഓഫീസിലെത്തിയെങ്കിലും വിജയൻ ഇല്ലെന്ന മറുപടിയാണ് അവർക്ക് കിട്ടിയത്. 20 അവർ ഹോട്ടൽ വിട്ട് അവർക്ക് പരിചയമുള്ളവർ താമസിക്കുന്ന വീട്ടിലേക്ക് മാറി. വിസ കാലാവധി കഴിഞ്ഞ് ഇന്ത്യയിൽ താമസിച്ച കുറ്റത്തിന് മറിയം റഷീദയ്ക്കെതിരെ കേസെടുക്കാൻ പോലീസ് കമ്മീഷണർ നിർദ്ദേശിച്ചു. തുടർന്ന് 20 അവരെ വിജയൻ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തതായി അറിയിക്കുകയായിരുന്നു. ഇതോടെ മറിയം റഷീദ ശശികുമാറിനെ ഫോണിൽ ബന്ധപ്പെട്ടുവെന്നും PSLVയുടെ വിവരങ്ങൾ കൈമാറിയെന്നുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ചു. മറിയത്തിനെ ചാരക്കേസിൽ കൊടുക്കാൻ എസ് വിജയൻ മാധ്യമങ്ങൾക്ക് തെറ്റായ വിവരങ്ങൾ നൽകുകയായിരുന്നുവെന്നും കുറ്റപത്രം വ്യക്തമാക്കുന്നു. മറിയം റഷീദയ്ക്കെതിരെ ഇന്ത്യയിൽ വിസ കാലാവധി കഴിഞ്ഞു താമസിച്ചെന്ന കുറ്റത്തിനാണ് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തത്. ആദ്യം കേസ് അന്വേഷിച്ചത് വഞ്ചിയൂർ SI ആയിരുന്ന തമ്പി S ദുർഗാദത്താണ്. പിന്നീട് ഇവർ താമസിച്ചിരുന്ന സ്ഥലം പരിശോധിച്ച് രേഖകൾ പിടിച്ചെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ മറിയം റഷീദയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. പിടിച്ചെടുത്ത രേഖകൾ ഒരു സ്കൂൾ കുട്ടിയുടെ സഹായത്തോടെ തർജ്ജമ ചെയ്തപ്പോൾ മാലദ്വീപ് സർക്കാരിനെ അട്ടിമറിക്കാനും പ്രസിഡന്റിനെ വധിക്കാനുമുള്ള പദ്ധതിയാണെന്ന് കണ്ടെത്തിയത്രേ. 1994 നവംബർ 3 കേസന്വേഷണം എസ് വിജയന് കൈമാറി. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ മറിയം റഷീദയെ CRPF ഗസ്റ്റ് ഹൗസിൽ ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ചോദ്യം ചെയ്തു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെതിരെ പ്രവർത്തിച്ചുവെന്ന കുറ്റത്തിന് കേസെടുത്തു. കേസ് അന്വേഷിച്ചിരുന്ന എസ് വിജയൻ മറിയത്തിന് CRPF ക്യാമ്പിലെത്തിച്ച് അനധികൃതമായി IB ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ചോദ്യം ചെയ്യാനായി വിട്ടു നൽകിയെന്നും CBI കുറ്റപത്രത്തിൽ പറയുന്നു. മറിയം റഷീദ ചാരവൃത്തിയിൽ ഏർപ്പെട്ടുവെന്ന തരത്തിൽ ഒരു പരാമർശവും കേസ് രേഖകളിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് എസ് വിജയൻ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 94 നവംബർ 13 വഞ്ചിയൂർ പോലീസ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. APP ഹബീബ് പിള്ളയാണ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്യാൻ ഉപദേശിച്ചതെന്ന് വിജയൻ കേസ് ഡയറിയിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ചോദ്യം ചെയ്യൽ ഹബീബ് പിള്ള അത് നിഷേധിച്ചു. മറിയം റഷീദിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ വേണ്ടി കെട്ടിച്ചമച്ചതാണ് ISRO ചാരക്കേസ് എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നതെന്ന് CBI കുറ്റപത്രത്തിൽ പറയുന്നു. കേസിൽ മാലദ്വീപ് സ്വദേശിനിയായ ഫൗസിയ ഹസനെയും അറസ്റ്റ് ചെയ്തിരുന്നു. നവംബർ 15 DGPയുടെ ഉത്തരവ് പ്രകാരം കേസ് DIG സിബി മാത്യൂസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ACG ബാബുരാജ്, DSP KK ജോഷുവ, SI S ജോഗേഷ്, തമ്പി S ദുർഗാദത്ത് എന്നിവരായിരുന്നു ടീമിലുണ്ടായിരുന്നത്. തുടർന്ന് സിബി മാത്യൂസിൻ്റെ നിർദ്ദേശപ്രകാരം നവംബർ 21 ISROയിലെ ശാസ്ത്രജ്ഞൻ D ശശികുമാറിനെ അഹമ്മദാബാദിൽ വെച്ച് അറസ്റ്റ് ചെയ്തു.
റഷ്യൻ ബഹിരാകാശ ഏജൻസിയുടെ പ്രതിനിധിയായിരുന്ന ചന്ദ്രശേഖരൻ, ISRO ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ, കോൺട്രാക്ടറായ സുധീർ കുമാർ ശർമ്മ എന്നിവരെയും പിന്നാലെ അറസ്റ്റ് ചെയ്തു. കേരള പോലീസിൻ്റെ കസ്റ്റഡിയിൽ IB ഉദ്യോഗസ്ഥരായ RB ശ്രീകുമാർ, PS ജയപ്രകാശ് തുടങ്ങിയ ഉദ്യോഗസ്ഥർ അറസ്റ്റിലായവരെ ചോദ്യം ചെയ്തു. ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണത്തിൽ ഒപ്പുവെക്കാത്ത 4 ചോദ്യം ചെയ്യൽ റിപ്പോർട്ടുകൾ കണ്ടെത്തി. പ്രതിയാക്കപ്പെട്ടവരുടെ മൊഴികളും CBI പരിശോധിച്ചു. എന്നാൽ ചാരപ്രവർത്തനം നടന്നുവെന്ന് തെളിയിക്കുന്ന ഒന്നും ലഭിച്ചില്ല. തെളിവുകളില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘവും IB ഉദ്യോഗസ്ഥരും 6 പേരെ അറസ്റ്റ് ചെയ്തതും കേസിൽ കുടുക്കിയതുമെന്ന് CBI കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. ചോദ്യം ചെയ്യലിനിടെ കുറ്റം സമ്മതിക്കാനായി പോലീസും IB ഉദ്യോഗസ്ഥരും മാനസികമായും ശാരീരികമായും ക്രൂരമായി പീഡിപ്പിച്ചുവെന്ന് നമ്പി നാരായണൻ, D ശശികുമാർ, മറിയം റഷീദ, ഫൗസിയ ഹസൻ എന്നിവർ പറഞ്ഞതായി CBI വ്യക്തമാക്കുന്നു. PS ജയപ്രകാശാണ് ക്രൂരമായി പീഡിപ്പിച്ചതെന്ന് നമ്പി നാരായണനും ശശികുമാരും പറഞ്ഞു. നമ്പി നാരായണനെ കൂടുതൽ മർദ്ദിക്കരുതെന്ന് പോലീസുകാരോട് പറഞ്ഞതായി സാക്ഷിയായ ഡോക്ടർ V സുകുമാരൻ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ മെഡിക്കൽ റിപ്പോർട്ടുകൾ മനഃപൂർവ്വം പൂഴ്ത്തിവെക്കുകയായിരുന്നു കേരള പോലീസ് ചെയ്തതെന്നും CBI കുറ്റപ്പെടുത്തുന്നു. നമ്പി നാരായണനെ അറസ്റ്റ് ചെയ്തത് DIG ആയിരുന്ന CB മാത്യൂസിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന് SIT അംഗമായിരുന്ന ജോഗേഷ് മൊഴി നൽകിയിട്ടുണ്ട്. നമ്പി നാരായണൻ ചെയ്ത കുറ്റം സംബന്ധിച്ച് ഒരു തെളിവും തനിക്ക് ലഭിച്ചിരുന്നില്ലെന്നും ജോഗേഷ് പറഞ്ഞു. IB ഉദ്യോഗസ്ഥർ നമ്പി നാരായണനെ ചോദ്യം ചെയ്യുമ്പോൾ മുറിയിൽ പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നില്ലെന്നും ജോഗേഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്പി നാരായണനെ ചോദ്യം ചെയ്ത് റിപ്പോർട്ട് എഴുതിയത് ജോഗേഷ് ആണെന്നാണ് കേസ് ഡയറിയിൽ പറയുന്നത്. എന്നാൽ CBI ചോദ്യം ചെയ്യൽ ജോഗേഷ് ഇത് നിഷേധിച്ചു. നമ്പി നാരായണൻ്റെ മൊഴി ഒപ്പില്ലാതെ CB മാത്യൂസ് ടൈപ്പ് ചെയ്ത് നൽകിയത് അതേപടി പകർത്തി എഴുതുകയായിരുന്നുവെന്നും ജോഗേഷ് പറഞ്ഞു. CB മാത്യൂസിൻ്റെ നിർദ്ദേശപ്രകാരം KK ജോഷുവാണ് തെറ്റായ കേസ് രേഖകൾ തയ്യാറാക്കിയതെന്നും CBI കുറ്റപത്രത്തിൽ പറയുന്നു. RB ശ്രീകുമാറിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് SIBയിലെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തതെന്ന് D ശശികുമാർ CBIക്ക് മൊഴി നൽകിയിട്ടുണ്ട്. ISRO ചാരക്കേസ് ഗൂഢാലോചന സംബന്ധിച്ച കുറ്റപത്രത്തിൽ കേരള സർക്കാരിനെതിരെയും CBIയുടെ വിമർശനം. ISRO ചാരക്കേസ് അന്വേഷിച്ചതിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരായ CB മാത്യൂസ്, KK ജോഷുവ, S വിജയൻ എന്നിവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നതായി കുറ്റപത്രത്തിൽ പറയുന്നു. എന്നാൽ സർക്കാർ ചാരക്കേസ് വീണ്ടും അന്വേഷിക്കാനാണ് ഉത്തരവിട്ടത്. എന്നാൽ ആ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. എങ്കിലും ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി വേണ്ടെന്നായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. ഇതിനെതിരെ നമ്പി നാരായണൻ സുപ്രീം കോടതിയിലെത്തി. നമ്പി നാരായണൻ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ നിർദ്ദേശിച്ച കോടതി കേസിൽ അദ്ദേഹത്തെ കുടുക്കിയത് സംബന്ധിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് DK ജെയിൻ്റെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ചു. സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് 2021 മെയ്യിൽ ഗൂഢാലോചന സംബന്ധിച്ച് കേസെടുത്തത്. കേരള പോലീസിലെ 7 ഉദ്യോഗസ്ഥരുടെയും 11 IB ഉദ്യോഗസ്ഥരുടെയും പേരിലാണ് കേസ്.